നമ്മളന്ന് വീഡിയോ എടുത്ത് പോയതിന് ശേഷം കാലിലെന്താ പൊള്ളലേറ്റെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം? അത് പട്ടിക്കുള്ള ആഹാരം പാകം ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ അന്ന് നമ്മുടെ സഹായി ഇല്ലായിരുന്നു. അപ്പം അദ്ദേഹത്തിന് പണിയുണ്ടായിരുന്ന കാരണം ഞാൻ തന്നെ പാചകം ചെയ്തത്. അപ്പം ഭാരം കൂടുതലായിരുന്നു. ഞാനത് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചൂടുണ്ടായിരുന്നതിന്. ചരുവ എടുത്ത് മാറ്റിയപ്പോഴേക്ക് ഫ്ലെയിം മുകളിലേക്ക് ആന്തിയപ്പോഴേക്ക് എനിക്ക് കയ്യിൽ നിന്ന് പിടിവിട്ടുപോയി. അങ്ങനെ കാലിൽ തിളച്ച വെള്ളം വന്നു വീണു. അങ്ങനെ അത് 2 ആഴ്ചയോളം കാല് നല്ല പരുവത്തിലായിരുന്നു. ഇപ്പോൾ എത്ര നായ്ക്കളും പൂച്ചയൊക്കെ ആയിട്ട്? അന്ന് പൂച്ചയുടെ കാര്യം നമ്മൾ വിട്ടുപോയല്ലേ? വിട്ടുപോയതാ. അതെ അതെ. പൂച്ചകളൊക്കെ ഒരുപാടുണ്ട്. ഒരുപാട് പൂച്ചകളുണ്ട്. പൂച്ചകളിപ്പോൾ 40 കൂടുതൽ പൂച്ചകളുണ്ട്. അത് നാടനുണ്ട്, പേർഷ്യനുണ്ട്, ക്രോസും ഉണ്ട്. അതല്ലേ? അന്നത്തെ വീഡിയോ കണ്ടിട്ട് പലരും ജയറാം, അതായത് സിനിമാ നടൻ ജയറാമാണെന്ന് വിചാരിച്ചിട്ട് വിളിച്ചു എന്നൊക്കെ പറഞ്ഞു. പലരും വിളിച്ചു. ഒരു 6-7 പേര് അങ്ങനെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർക്ക് കാര്യം പിടികിട്ടി. പക്ഷേ എല്ലാവരും ഈ നമ്മളുടെ ഇത് അഭിനന്ദിച്ചതോടൊപ്പം അവരുടെ കയ്യിലുള്ള പട്ടി ഇവിടെ കൊണ്ട് തരാനാണ് അവർ ശ്രമിച്ചത്. അതുകൊണ്ട് ഞാൻ പല കോളുകളും പിന്നെ ഞാൻ അറ്റൻഡ് ചെയ്യാതായി. അതിനുശേഷം പിന്നെ ഇപ്പോൾ താങ്കളെ തന്നെ വിളിച്ചിട്ട് അരൂർ മുഖത്തുനിന്ന് ഒരു ലേഡി ഇവിടെ കൊണ്ടുവന്നില്ലേ, അവരും പിന്നീട് വിളിക്കുമെന്ന് പറഞ്ഞാൽ അത് തിരിച്ച് വിളിച്ചിട്ട് അവരെടുക്കുന്നില്ല. ഇപ്പോൾ അസുഖങ്ങളെല്ലാം മാറി, എല്ലാത്തിനും വാക്സിനേറ്റ് ചെയ്തു. വാരനാട് ശ്രീഭദ്ര ക്ലിനിക്കിലെ ഡോക്ടർമാർ വന്നിട്ട്, ഒരു മറീന ഡോക്ടറും ഡോക്ടറുടെ അവിടുത്തെ പ്രധാനപ്പെട്ട ഡോക്ടറുടെ അസിസ്റ്റന്റുമാരാണ് അവർ. പിന്നെ വേറെ ജൂനിയർ ഡോക്ടറും കൂടെ വന്ന് അവർ 2 ആഴ്ചയ്ക്ക് മുമ്പ് എല്ലാം വാക്സിനേറ്റ് ചെയ്തു. അതുകൊണ്ട് ഇപ്പം അസുഖത്തെക്കുറിച്ചുള്ള പേടികളൊന്നുമില്ല. അന്നത്തെ ഇത് വീഡിയോ കണ്ടിട്ട് ആൾക്കാരുടെ റെസ്പോൺസ് ഉണ്ടായിരുന്നു? വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞത്. ഒരുപാട് പേര് സഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തു. പക്ഷെ പിന്നീടൊന്നും അതിനെക്കുറിച്ചൊന്നും കണ്ടില്ല. സഹായം കിട്ടിയില്ല. ഇല്ല, 1-2 പേര് 1000 രൂപ അയച്ചു തന്നു. ഇപ്പം മൊത്തം എത്ര നായ്ക്കളും പട്ടികളൊക്കെ പൂച്ചയൊക്കെ ആയിട്ടുണ്ട് മൊത്തം? നേരത്തെ നമുക്ക് 64 പട്ടികളായിരുന്നല്ലോ, അതിൽ തന്നെ 28 എണ്ണം ചത്തുപോയത്. അപ്പോൾ പുതിയതായിട്ട് എല്ലാം കൂടി വന്നിട്ട് ഇപ്പം വീണ്ടും 40 കൂടുതലായി. അപ്പോൾ പുതിയതായിട്ടൊരു 4 അതിഥികളുടെ വന്നിട്ടുണ്ട്, കുഞ്ഞു പട്ടികൾ കണ്ടില്ലേ, 4 പേര് ഇവിടെ വന്നിട്ടുണ്ട്. വീട് നിറയെ പൂച്ചയാണല്ലോ? വീട് നിറച്ച 40ഓളം പൂച്ചകളുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിന് അത് പുറത്തോട്ട് ആക്കാനുള്ള, അതിനെ പുറത്ത് ഒരു മരത്തിന് ചുറ്റും ഷെൽട്ടർ അടിച്ചോണ്ടേ അതുങ്ങൾക്ക് പ്രകൃതിയായിട്ടാണെങ്കിൽ ജീവിക്കാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കുകയാണ് ഇപ്പോൾ അടുത്ത ലക്ഷ്യം. അതിപ്പോൾ ഈ മാസത്തിൽ ജനുവരി മാസത്തിൽ ചെയ്യണമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ്, ചേർത്തല നഗരസഭ അതിൻ്റെ ഷെൽട്ടർ വേണ്ടുള്ള സഹായങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അവരെന്നോട് അപേക്ഷ വയ്ക്കാൻ പറഞ്ഞു. പക്ഷേ പിന്നീട് അതിനെക്കുറിച്ചൊന്നും നടപടി ആയിട്ടില്ല. അവരെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടില്ല. അന്വേഷിക്കുന്നുണ്ട്. അവരെ മീറ്റിങ്ങിൽ നടക്കുമ്പോഴേക്കും നമ്മൾ വിളിക്കാറുണ്ട്. നമ്മുടെ ഇവിടെ പട്ടികളെ കൊണ്ട് തന്നിട്ടുള്ള മുൻ ചേർത്തല SHO ശ്രീകുമാർ സാർ ഇവിടെ കൊണ്ട് പട്ടി തന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ കൊണ്ട് ആകാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ അത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് പട്ടിയെ കൊണ്ടുപോയിട്ട് ഒരാളുണ്ട്. അദ്ദേഹം എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ ആ പട്ടിയെ ഇവിടെ കൊണ്ടുവരും. ആ പട്ടിക്കും ഇവിടെയുള്ള ബാക്കിയുള്ള പട്ടികൾക്കുള്ള തീറ്റകൾ വരും. അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണപ്രസാദ് എന്നാണ്. ഇവിടുത്തെ ഒരു ആധ്യാത്മിക കാര്യങ്ങളെ ക്ലാസ് എടുക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം വളരെ നല്ല രീതിയിലുള്ള ഇതാണ്. വേണ്ടാന്ന് പറഞ്ഞാലും അദ്ദേഹം പണം കൊണ്ട് തന്നിട്ട് പോകും. ഞാനിവിടുന്ന് കൊടുത്ത പട്ടിക്കുഞ്ഞിനെ ഇപ്പോൾ വലിയ പട്ടിയായത്. അത് എവിടെയെങ്കിലും ദൂരെ യാത്രകളൊക്കെ പോകുമ്പോഴേക്ക് അത് ഇവിടെ കൊണ്ട് തന്നിട്ട് പോകും. അപ്പോൾ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും അദ്ദേഹം ഭക്ഷണത്തിനുള്ള പൈസ ബാക്കിയുള്ള പട്ടിക്ക് കൂടിയുള്ള കൊണ്ട് തന്നിട്ട് വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ വന്ന് ആ പട്ടിയുള്ള ആ സ്നേഹം അവർ ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ അവർ പിരിഞ്ഞിരിക്കത്തില്ല. അതേസമയം മറ്റുള്ള ചിലർ അങ്ങനെയല്ല, കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് പോകും. ഞങ്ങൾ വന്ന് ശല്യപ്പെടുത്തും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം പിന്നെ വരത്തേ ഇല്ലെന്നുള്ളതാണ്. പിന്നെ ഒരുപാട് പേരങ്ങനെ നമുക്ക് പട്ടികളെ ഇവിടെ കൊണ്ട് തരാമോ, അവിടെ കൊണ്ട് തരട്ടെ, ഞങ്ങൾ അതിന് വേണ്ട ചെയ്തോളാം, മറ്റേ അന്ന് നിങ്ങൾ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ആളുകളെ പോലെ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ വെള്ളത്തിൽ വീണ പൂച്ചയാണല്ലോ, അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് ഇപ്പം ഒന്നും ശ്രദ്ധിക്കാറില്ല. 1.25 ലക്ഷത്തോളം ആൾക്കാർ കണ്ടല്ലോ വീഡിയോ. 1.25 ലക്ഷത്തിന് മുകളിൽ കണ്ടിട്ടുണ്ട്. ആ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോൺസ് ഉണ്ടായില്ല. ഒരു രാഹുൽ എന്ന് പറഞ്ഞൊരു വ്യക്തി തമിഴ്നാട്ടിൽ നിന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ അയാളിവിടെ വരാൻ അയക്കുന്നത് തിരക്കൊണ്ടാണ്, ജോലി തിരക്കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്, അല്ല മറ്റുള്ളവരുടെ സഹായത്തിലല്ല. അയാളെ ഇതിനുള്ള ഷെൽട്ടർ അടിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു തരാമെന്ന് എന്നോട് കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ട് എന്നോട് അദ്ദേഹം പറഞ്ഞു. ഞാൻ വിളിക്കുന്നതല്ല, അദ്ദേഹം ഇങ്ങോട്ട് വിളിക്കുന്നതാണ്. ഈ സിനിമാ നടൻ ജയറാമാണെന്ന് വിചാരിച്ചിട്ട് വിളിച്ച പല ആൾക്കാരുണ്ടല്ലേ? 4 പേര്. പാലക്കാട് നിന്നൊരു സ്ത്രീ. പിന്നീട് ഞാൻ പറഞ്ഞു, ഞാൻ അമ്മ ഇപ്പോൾ ഇത് കണ്ടില്ലേന്ന് ചോദിച്ചു. അവരുടെ സംസാരം കേട്ടാൽ നല്ല പ്രായം തോന്നി.
അപ്പോൾ അമ്മ ഇത് കണ്ടില്ലേ, ഇത് വീഡിയോ മുഴുവൻ കണ്ടില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അവർ ആദ്യം വിചാരിച്ചിരുന്നത് ഇത് ജയറാമിൻ്റെ സ്റ്റാഫാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. ഞാൻ പറഞ്ഞ അല്ല, അദ്ദേഹത്തെക്കാളും പ്രായമുള്ളൊരു വ്യക്തിയാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ പാലക്കാട് നെന്മാറ വഴി വരുമ്പോഴേക്കും അവിടെ വരണം എന്ന് പറഞ്ഞിട്ട് 2 പ്രാവശ്യം വിളിച്ചു. ഇപ്പം ഈ ഇതുള്ള കാരണം എങ്ങോട്ടും പോകാറില്ല, ഈ പട്ടികളുള്ള കാരണം എങ്ങോട്ടും പോകാറില്ല. വേറെ ഇതുപോലെ രസകരമായിട്ട് വേറെ അനുഭവമുണ്ടോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യാം? ഒരുപാട് പേര് വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇന്ന ആളാണെന്ന്. പേര് ഇത്, പക്ഷെ അത് അല്ല. ഞാൻ പറഞ്ഞു ഞാൻ നടനല്ല, ഇവൻ നടനാണ്, ജീവിതത്തിലാണ് ഇപ്പം നടനെന്ന് പറഞ്ഞു. ഇപ്പം എങ്ങനെ പിന്നെ ഈ ഇതിൻ്റെ തീറ്റയൊക്കെ കൊടുക്കുന്നതിലെ ബാധ്യതയ്ക്കായിട്ട് നിൽക്കുകയാണോ? അല്ല, ഇപ്പം 2 ചാക്ക് അരി കൊണ്ട് തന്നിട്ടുണ്ട്. പക്ഷേ പൂച്ചയുടെ തീറ്റയാണ് അതിലും വലിയ പ്രശ്നമായത്. ഞാൻ പറഞ്ഞില്ലേ, ചേർത്ത് ആലപ്പുഴയിൽ നിന്നുള്ളൊരു സതീഷ് സാറ്, പൂച്ച ആലപ്പുഴ കൈതവന ജംഗ്ഷനുള്ള സാറ്, അദ്ദേഹം കുറേ അധികം തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഞാൻ വീണ്ടും ചോദിക്കാറുന്നത് അദ്ദേഹം സ്വന്തം വരുമാനത്തിൽ നിന്ന് എടുത്ത് തന്നെ, മറ്റുള്ളവരെ കൊടുക്കുന്നതല്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ നിർബന്ധിക്കാറില്ല. അത് ഞാൻ പറഞ്ഞ സാറേ എന്തെങ്കിലും കൂടുതലായിട്ട് വരികയാണെങ്കിൽ മാത്രം അറിയിക്കാൻ പറഞ്ഞാൽ വെച്ചു. കാരണം വിളിക്കുമ്പോൾ അങ്ങനെ തരും. പിന്നീട് അറിഞ്ഞത് അയാൾ സ്വന്തം വരുമാനത്തിൽ അദ്ദേഹം വേണ്ട 300 കൂടുതൽ പട്ടിക്ക് തീറ്റ കൊടുക്കുന്ന ആളാണ്. അദ്ദേഹം വിളിക്കാറുണ്ട്, വേണ്ട സഹായങ്ങൾ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. പിന്നെ പലരും അതിനോടല്ലേ ആദ്യ സഹായം വാഗ്ദാനം ചെയ്യും, നമ്മളതിൽ കയറി വീണ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പട്ടിയായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതാണ് അതിൻ്റെ പട്ടി ഇവിടെ എത്തിക്കാനാണ്. അവരുടെ പട്ടി ഇവിടെ എത്തിക്കാനായിട്ടാണ് കോൺടാക്ട് ചെയ്യുന്നത്. നമ്മളെന്തിനാണ് ചെയ്തതെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നില്ല, അതാണ് പ്രശ്നം. അതേസമയം ഇവിടെ തന്നെ ഈ മരത്തോട്ടത്തിൽ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്, സ്വന്തമായിട്ട് തീറ്റ കൊടുക്കുന്നവരുണ്ട്. അത് ഒരു സുരേഷ് എന്ന് പറയുന്ന ഒരു സുരേഷ് ഷേണായി എന്നാണ് അദ്ദേഹത്തിന് പേര്. അദ്ദേഹം പട്ടികൾക്കൊക്കെ തീറ്റ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനെ ആവാസ വ്യവസ്ഥയിൽ തന്നെ തിരിച്ചു വിടുകയാണ്. എന്തെങ്കിലും അപകടം പറ്റി വന്നു കഴിഞ്ഞാൽ അതിനെ ചികിത്സിച്ച് അതിനെ തിരിച്ചായിട്ട് അതേ വ്യവസ്ഥ തന്നെ അദ്ദേഹം കൊണ്ട് തിരിച്ചു വിടും. ഇപ്പോൾ അവിടുത്തെ ഒരു ചങ്ങലൊക്കെ ഇട്ടിരിക്കുന്ന പട്ടിയൊക്കെ ഉണ്ടല്ലേ അവിടെ, അത് മാർക്കറ്റിൽ കാറ് കയറിയതാണ്, നടു തളർന്നു പോയതാണ്. ഈ ഡോക്ടർ അഞ്ചുമാണ് അതിനെ ചികിത്സിച്ച് ഭേദാക്കി. പക്ഷേ അതന്നേരം ഇത് പുറത്തോട്ടൊക്കെ പോകുന്നു, അതിന് കണ്ണിന് കാഴ്ചക്കുറവുണ്ട്, അതുകൊണ്ട് അതിനെ കെട്ടിയിട്ടത്. അതിന് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ കാണുന്ന ഈ മുറിക്കകത്തുള്ള 4 പട്ടിയില്ലേ, അത് ഡിസ്റ്റംബർ വന്ന് മാറിയതാണ്. മാറിക്കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു ചെറിയൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അത് വളരെ കാലം കൊണ്ടേ മാറുള്ളൂ പറഞ്ഞിരിക്കുന്നത്. അതാണ് ആ സ്പ്രിങ്ങിൽ നിൽക്കുന്ന പോലെ ഇങ്ങനെ ജമ്പ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇട്ടിരിക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ അതിനെ മാറ്റണം, ആ മുറിയിൽ നിന്ന് മാറ്റണം എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ജയറാമാണെന്ന് വിചാരിച്ച് വിളിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? ജയറാം തന്നെയാണ്. അതെ അതെ, അത് എസ് ജയറാം തന്നെയാണ്. നടൻ ജയറാമല്ല. അല്ലല്ല, എസ് ജയറാം. ജയറാമാണ്. കൃഷിക്കാരനാണ്. അതെ, കൃഷിക്കാരൻ, ഡ്രൈവറാണ്. പിന്നെ മണ്ണിൻ്റെ ലൈസൻസോടുകൂടി മണ്ണിൻ്റെ കാര്യങ്ങൾക്ക് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. മണ്ണിൻ്റെ എന്ത് ചെയ്യുന്നു? മണൽ നീക്കം ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിലിക്ക മണൽ നീക്കം ചെയ്ത് കമ്പനികൾക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിലേക്ക് നീക്കം ചെയ്യാനായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ഇപ്പം പെർമിറ്റിന് ചാർജ് കൂട്ടിയത് കാരണം നിലവിലിപ്പം ആ ഒരു വ്യവസായം മന്ദീപിച്ച് നിൽക്കുകയാണ്.